സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. നല്ല ടെൻഷനുണ്ട്. പക്ഷേ ഒരു 4 വർഷം മുമ്പാണ് ഞാൻ ഏറ്റവും ആദ്യത്തെ ഫിലിം അസിസ്റ്റ് ചെയ്യുന്നത്. തട്ടത്തിൽ പറയുന്നതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫിലിം. അതിന് മുമ്പ് കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അന്ന് തൊട്ട് ആനന്ദ് എന്നുള്ള ഫിലിം ഒരു ഡ്രീമായിരുന്നു. വിനീതനോട് അന്ന് ഞാൻ പറഞ്ഞ സ്റ്റോറിയാണത്. ആൻഡ് സത്യം പറഞ്ഞാൽ അന്നൊക്കെ ഒരു സ്റ്റോറിയായിട്ട് ആലോചിക്കും ഇത് എന്തെങ്കിലും ഒരു സിനിമയായി മാറുന്നുള്ള വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലൊരു സന്തോഷമായിട്ടൊരു സ്റ്റോറി ഇങ്ങനെ കൊണ്ടുവരുന്നുള്ളൂ. ആൻഡ് ഇപ്പോഴും സത്യം പറഞ്ഞാൽ സിങ്കിനായിട്ടില്ല ഒരു ഫിലിം ചെയ്തു എന്നോ അല്ലെങ്കിൽ അതിപ്പോൾ ഒരു കുറച്ച് ദിവസം റിലീസ് ചെയ്യാൻ പോകുന്ന ഫീലിംഗൊന്നും ആയിട്ടില്ല. എനിവേ ഇതുവരെ എല്ലാം ഭയങ്കര രസമായിട്ട് പോയിട്ടുണ്ട്. വിനീതൻ്റെ സപ്പോർട്ട്, വിനോദേട്ടൻ്റെ സപ്പോർട്ടൊക്കെ ഭയങ്കരമായിരുന്നു. ഒരു രീതിയിലും ഞാനൊരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണെന്ന് അവരറിയിച്ചിട്ടില്ല. എല്ലാ രീതിയിലും എന്നെ കഴിയുന്നത്ര പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ എന്താ പറയുക, ഐ എം വെരി താങ്ക്ഫുൾ ടു ദം. ആൻഡ് ഇത്രയും സീനിയേഴ്സിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. സോ താങ്ക് യു ആൾ. ഐ വിഷ് യു ആൾ ഹാപ്പി ഓൺ. ഇതൊരു കോളേജിൽ നടക്കുന്ന സ്റ്റോറിയാണ്. എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ കുറേ കുട്ടികൾ ഒരു ടൂറിന് പോകുന്നതിനെ പറ്റിയാണ് സ്റ്റോറി. സോ നമ്മളതിൻ്റെ കാസ്റ്റിങ്ങിനെ പറ്റി ആലോചിക്കുമ്പോൾ എന്തുകൊണ്ട് ഫുൾ യങ്സ്റ്റേഴ്സിനെ വെച്ച് തന്നെ കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഒരു ഏജ് ഗ്രൂപ്പിന് പറ്റിയ 20 years old ആ ഒരു ഏജിലുള്ള. സോ നമ്മുടെ കഥ 7 കുട്ടികളെ പറ്റിയാണ്. ആ 7 കുട്ടികളെ ഞാനിപ്പോൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. 1 by 1. അന്നു ആൻഡ് വിശാഖ്. ആനന്ദ്, അഭിനവ്, സച്ചിൻ, and last but not the least, Mr. Shafi Chaman. കുടുംബത്തിൽ പറഞ്ഞ കോളേജൊക്കെ 10-15 ദിവസമായി കൊടുക്കുമ്പോൾ നമ്മുടെ കൂറ കോളേജാകെ 4 ദിവസം നിൽക്കണം. 4 ദിവസം. ഗുഡ് മോർണിംഗ്. പുതിയ ഒരു ഉദ്യമം പുതിയ കുറച്ച് ചെറുപ്പക്കാരിൽ വെച്ചിരിക്കുകയാണ്. പുതിയ പ്രതീക്ഷകൾ. 2 പദം കൂടുതൽ ഞാൻ ഇതിനോട് സംസാരിപ്പിക്കില്ല, കാരണം ഞങ്ങൾക്ക് അവസാനം കുറേ സംസാരിക്കണം. അല്ല, ഞങ്ങൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി ഈ സിനിമയ്ക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഇവരെല്ലാവരും രാപ്പകലില്ലാണ്ട് അധ്വാനിക്കുന്നുണ്ട്. ഈ സിനിമ അടുത്ത മാസം തിയേറ്ററിൽ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ താങ്ക് യു. She is difficult. 20 വർഷം കഴിഞ്ഞ് ഇതേ സ്ഥലത്ത് നമ്മളെല്ലാവരും ഞാൻ ഒട്ടും വിചാരിച്ചിട്ടേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു ആക്ടിങ്. ഗണേശന്റെ എന്നെ സത്യം പറഞ്ഞാൽ വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് വരുമായിരുന്നു. അപ്പോൾ ആരാണോ അതാ ദൈവാനുഗ്രഹം ആരാണോ. ആനന്ദം ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് a very big thing for all of us over here, and we need all your prayers and wishes. I just hope it makes a really good movie. നമസ്കാരം, എൻ്റെ പേര് റോഷൻ എന്നാണ്. ഒരു 6 കൊല്ലമായിട്ട് കൊണ്ടു നടക്കുന്ന വലിയൊരു സ്വപ്നമാണ് ആനന്ദം എന്ന് പറഞ്ഞ പടം. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു സക്സസ് ആണ് ഇത്. ഇനി ഇതുപോലൊരു പ്രോഗ്രാം എന്തെങ്കിലും ആനന്ദത്തിന് ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു സക്സസ് ആയിരിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം ഉണ്ടാവണം. എല്ലാവരും പോയി പടം കാണണം. താങ്ക് യു. സ്മോൾ ഫിലിം, ബട്ട് ഒത്തിരി കഷ്ടപ്പെട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതെന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി ഡ്രീം കം ട്രൂ. വിനീതനോട് പേഴ്സണലി പറഞ്ഞിരുന്നു, ലോട്ട് ഓഫ് ന്യൂ കമേഴ്സ് ഓൺ ആൻഡ് ഓഫ് സ്ക്രീൻ. So definitely an inspiration to the upcoming generation, including all of us. Thank you Vinita, എല്ലാവരോടും താങ്ക്സ്. ഇത് ഇങ്ങനെ ഒരു ന്യൂ കമേഴ്സിനെ വെച്ച് മൂവി എടുക്കാവുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ബിഹൈൻഡ് ദ സ്ക്രീൻ ആസ് വെൽ. താങ്ക്സ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഭയങ്കര സന്തോഷമുണ്ട്. തൊമ്മ പറഞ്ഞ പോലെ എന്നെയും വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. ഞാൻ അനാർക്കലി മരിക്കർ ദർശന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെ സന്തോഷമുണ്ട്. എല്ലാവരും സിനിമ പോയി കാണണം. താങ്ക് യു. എൻ്റെ പേര് വിശാഖ്. ഞാൻ എൻ്റെ കൊപ്പി എന്നുള്ളൊരു ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. ആസ് എ ഫസ്റ്റ് ടൈം ഫിലിം എന്നെക്കാളും നല്ല വേറെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് എനിക്ക് ചാൻസ് ഇല്ലാന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ബിക്കോസ് ഇതുപോലത്തെ ഒരു വണ്ടർഫുൾ ഫാമിലിയുടെ പാർട്ടാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു സ്വപ്നമായിരുന്നു.
ആൻഡ് വി റിയലി ഡിഡ് വർക്ക് ലൈക്ക് എ ഫാമിലി. ഒരു അച്ഛനുണ്ടായിരുന്നു, ഒരു അമ്മയുണ്ടായിരുന്നു, ഒരു അമ്മാവനുണ്ടായിരുന്നു, എല്ലാവരും ഇവിടെ തന്നെയൊക്കെ ഉണ്ട് ആരാന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച് എവറി വൺ, ആൻഡ് എല്ലാവരും ദൈവം സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു.